ഇന്ന് ഞാൻ ഈ ഒരു മോഡൽ കുർത്തിയാണ് കേട്ടോ തയ്ക്കാൻ പോകുന്നത്. ഇതൊരു കഫ്താൻ ടൈപ്പാണ്. അതിന് വേണ്ടിയിട്ട് ലെങ്ത്തൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ വിടുത്തൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ആ തെല്ല് ഭാഗം ഒന്ന് കറക്റ്റായിട്ട് തന്നെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. കഫ്താൻ ടൈപ്പ് അല്ലേ, അപ്പോൾ അതിന് നമുക്ക് അവിടെ ഒന്നിങ്ങനെ ചിറക് പോലെ നിൽക്കുകയായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒന്ന് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വരച്ചു കൊടുക്കുന്നത്. തുണി 4ആയിട്ടാണ് ഞാൻ മടക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് ലൈനും കൊടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. മടക്കി തയ്ക്കേണ്ടത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ തെല്ലരികാണെന്ന് അരിക് എങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നൂല് വലിഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് നെക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് മാത്രമാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നത്. പിന്നീട് ഫ്രണ്ട് നെക്ക് ഞാൻ ക്യാൻവാസിലോ അല്ലെങ്കിൽ തുണിയിലോ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ വി നെക്ക് തന്നെയാണ് ഞാൻ ഇവിടെയും കൊടുക്കുന്നത്. 4 ഇഞ്ചാണ് വിടുത്തെടുത്തിട്ടുള്ളത്, 8 ഇഞ്ച് താഴോട്ടുമാണ് കേട്ടോ വി നെക്കിൻ്റെ അളവ്. ബാക്ക് നെക്ക് നമുക്ക് 4 ഇഞ്ച് വിടുത്തും 2 ഇഞ്ച് ലെങ്ത്തുമാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം, എന്നിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം കേട്ടോ. ചെറിയൊരു പനിയുണ്ട്, അതാണ് നമ്മുടെ സൗണ്ടൊക്കെ ഇങ്ങനെ ആയിട്ടുള്ളത്. ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടൈപ്പ് മോഡലാണ് കേട്ടോ ഇത്. എന്നാൽ വളരെ ഭംഗിയിലും നിൽക്കും, പിന്നെ കുറേ അധികം സ്റ്റിച്ച് ചെയ്യാനൊന്നും ഇല്ല. അപ്പോൾ ബീനെക്ക് ഞാൻ ക്യാൻവാസിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു തുണിയിൽ എങ്ങനെ ഇത് ചെയ്യാന്നുള്ളതും കൂടെ നോക്കാം, ക്യാൻവാസ് ഇല്ലാത്തവർക്കായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇനി 4 ഇഞ്ച് വിടുത്തും 8 ഇഞ്ച് ലെങ്ത്തിലുമാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഡയറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ക്യാൻവാസിൽ ചെയ്ത പോലെ തന്നെയാണ് ഞാൻ ഇതിലും ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. എന്നാലും ഒരു വട്ടം അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്നോളും. മടക്കി തയ്ക്കാനാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ നെക്കിൻ്റെ വിടുത്ത് ഇങ്ങനെ കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒരു വരയും കൂടെ വരച്ചിട്ട് അതിലൂടെയാണ് കട്ട് ചെയ്യുന്നത്. മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്യാൻവാസിൻ്റെ വീഡിയോ ക്യാൻവാസിൽ എങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഞാനത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തിനാണെന്നുള്ളത്. ഇനി വേണമെങ്കിൽ വീണ്ടും പറയാം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കഴുത്ത് അകന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ആ ഒരു വര വരച്ചിട്ട് ചെയ്യണത്. പിന്നെ വീനക്കൊക്കെ ആവുമ്പോൾ എപ്പോഴും തന്നെ ഇങ്ങനെ അകന്ന് പോകാനും ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. 2 സൈഡും മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടയാളം ഇട്ട് കൊടുത്തോണ്ടു. ഇനി നമുക്ക് ബാക്ക് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് എടുക്കാം. 1.5 ഇഞ്ച് വിടുത്തിലാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. 2 പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നീട് അത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അതല്ലെങ്കിൽ വലിപ്പം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീനെക്കിൻ്റെ ആ അരിക്ക് വശം ഒന്ന് മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് മറിച്ചടിക്കുമ്പോൾ കറക്റ്റായിട്ട് നിന്നോളൂ കേട്ടോ. അതുപോലെ തന്നെ ക്രോസ് പീസ് ഒന്ന് ജോയിൻറ്റ് ചെയ്തും കൊടുക്കാം, എന്നാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈസി ആയിട്ടിരിക്കും കേട്ടോ. ഇനി ഫ്രണ്ട് നെക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ വിടുത്തൊക്കെ കണക്കാക്കിയിട്ട് സെൻറ്റർ നോക്കിയിട്ട് വിടുത്തൊക്കെ കണക്കാക്കിയിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നാൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ കഴിയും. എന്നിട്ട് ആ നെക്ക് അതുപോലെ ഒന്ന് വച്ച് കൊടുക്കുക കേട്ടോ. നെക്ക് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കണേ. പിൻ ചെയ്യേണ്ടത് എപ്പോഴും നന്നായിരിക്കും, എന്നാൽ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തിട്ട് അരികൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ട് മടക്കി തയ്ക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ. ഒന്ന് ടക്ക് ഇട്ട് കൊടുക്കണേ, എങ്കിലാണ് നമുക്ക് നെക്ക് പെർഫെക്ഷനിൽ കിട്ടുള്ളൂ കേട്ടോ. ഇനി ഈ വി നെക്കിൽ നമുക്ക് ലേസ് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് 2 ലെയറായിട്ടാണ് ലൈസ് കൊടുക്കുന്നത്. ആ ഒരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു ലെയർ കൊടുത്തപ്പോൾ ഒന്നും കൂടെ ഭംഗി എനിക്ക് തോന്നുന്നു 2 ലെയർ കൊടുത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ 2 ലെയറാണ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലെയർ കൊടുക്കാം. ഇനി ഈ ലൈസ് അല്ലെങ്കിൽ വേറെ ലൈസ് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് അതും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്കിതൊരു ഭംഗിയായി തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് വെച്ച് കൊടുത്തു എന്ന് മാത്രം. ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ ബിഗിനേഴ്സിന് പോലും ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാവുന്ന അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ടൈപ്പ് ടോപ്പാണ് കേട്ടോ ഇത്. എന്നാൽ ലുക്ക് ഒരിക്കലും കുറവ് വരുന്നില്ല, നല്ല ഭംഗിയിൽ തന്നെ ഇത് നിൽക്കും ചെയ്യുന്നുണ്ട്. ഇനി ബാക്ക് നെക്കും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ബാക്കും ഫ്രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ചെയ്യുകയാണ് നമ്മൾ.
ഇത്ര ഈസിയാണ്. നമുക്ക് കൈയൊന്നും സെപ്പറേറ്റ് ആയിട്ട് വെട്ടി കൊടുക്കൊന്നും വേണ്ടല്ലോ. അപ്പം അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പാണ്. ഇനി ഏതൊക്കെ ടൈപ്പ് മോഡലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെന്ന് വെച്ചെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതുപോലെ മോഡലുകൾ തയ്ക്കാൻ ശ്രമിക്കാം. അപ്പോൾ അത് വീഡിയോ എടുക്കാനും നോക്കാം. ഇതതിൻ്റെ 4 സൈഡുമാണ് കേട്ടോ. 2 സൈഡിലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് നൂല് വലിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിന് കറക്റ്റായിട്ട് ഇങ്ങനെ നിവർത്തിയിടുക. എന്നിട്ട് നമ്മൾ ഒരു 4 ഇഞ്ച് വിടുത്ത് 2 സൈഡിലും വിട്ടിട്ട് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാകും. ഇങ്ങനെ താഴോട്ട് നമുക്ക് എത്രയാണ് ആം ഹോളിൻ്റെ വേണ്ടത്, ഒരു നല്ല തടിയുള്ള ആളുകളൊക്കെ ആണെന്നെങ്കിൽ ഒരു 9 ഇഞ്ച് 10 ഇഞ്ച് നമുക്ക് താഴോട്ട് കൊടുക്കാം. ഇത് ഒരു നോർമൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 8.5 ഇഞ്ചിൽ നമുക്ക് കറക്റ്റായിട്ട് കൊടുത്താൽ ഏകദേശം എല്ലാവർക്കും അത് പറ്റും. പിന്നെ നല്ല തടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ 9 ഇഞ്ച് കേട്ടോ. ആം ഹോളിൻ്റെ അവിടെ ഒരു ലൂസ് വരാൻ വേണ്ടിയിട്ടാണ് അത്രയും എടുക്കുന്നത്. അതല്ലെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ 8.5 9 ഇഞ്ച് അത് തന്നെ ധാരാളമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ഒരു 4 ഇഞ്ച് വിഡ്ത്തിലും 8.5 ഇഞ്ച് ലെങ്ത്തിലുമാണ് ഞാനിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൻ്റെ അവിടെ നിന്ന് താഴോട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരികയാണ് ചെയ്യണത് കേട്ടോ. താഴോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തോളൂ. ഇനി താഴെ കുറച്ച് ഓപ്പൺ വേണ്ടവർക്ക് നമ്മൾ ഒരു 6 ഇഞ്ചോ 7 ഇഞ്ചോ അല്ലെങ്കിൽ 8 ഇഞ്ചോ ഒക്കെ ഓപ്പൺ വേണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, അവിടെ താഴോട്ട് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ കിടന്നോളും. അപ്പോൾ താഴെ നമുക്ക് ഒരു ഓപ്പണായിട്ട് നിൽക്കും. അതൊക്കെ നിങ്ങളുടെ യുക്തി പോലെ ചെയ്യാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ടാവും, ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് തന്നെ വരും. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ കുറേ അധികം ടോപ്പുകൾ തയ്ക്കുമ്പോൾ നമുക്ക് തന്നെ ഓരോരോ ഐഡിയകൾ കിട്ടും. ഇതങ്ങനെ ചെയ്താൽ അത് ഇത്രയും ഭംഗി ഉണ്ടാകും എന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് താനേ വരും കേട്ടോ. ഫസ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ കുറേ അധികം ഡൗട്ടുകൾ ഉണ്ടാകും. ഞാനൊക്കെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ യൂട്യൂബിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ചില ഭാഗങ്ങളൊക്കെ അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാകും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഫോണൊക്കെ അന്നൊക്കെ അല്ലേ ഫസ്റ്റിലൊക്കെ ഒരു 8-9 വർഷം മുന്നേ ആണ് കേട്ടോ, ഫോണൊക്കെ ചരിച്ച് വെച്ച് നോക്കും കാണുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് അവർ ശരിക്കും വീഡിയോ എടുക്കാത്തതുകൊണ്ടേ ശരിക്കും കാണുമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഇങ്ങനെ ഫോൺ ചരിച്ച് വെച്ച് നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നോക്കിയിട്ട് വീഡിയോ ഓരോരോ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കേട്ടോ. പിന്നെ ഇത് അടയാളപ്പെടുത്തുന്നത് നമ്മൾ സെൻറ്ററിൽ അലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഷേപ്പിൻ്റെ അവിടെ എന്ത് ചെയ്യുന്നത്, 13.5 ഇഞ്ച് ലെങ്ത്താണ് ഷേപ്പിൻ്റെ അവിടെ നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമിൽ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ഓരോന്നും അളവെടുത്തിട്ട് ആ ഒരു ടൈം ഇങ്ങനെ നോക്കിയിട്ട് ചെയ്യണ്ടേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. താല്പര്യമുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ വീഡിയോസ് ഞാനിതിൽ ഉൾപ്പെടുത്തും ഇൻഷാ അള്ളാ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇതൊരു ഡാർക്ക് കളറായതുകൊണ്ട് തന്നെ ഞാൻ ബ്ലാക്ക് അലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1/4 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കോ ഒക്കെ വേണമെങ്കിൽ എടുക്കാം. 1/4 ഇഞ്ച് ആകുമ്പോൾ ഒരു സ്റ്റിച്ച് മാത്രം കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഭംഗി അതായിരിക്കും. ഇനി ഇവിടെ അലാസ്റ്റിക്കിന് പകരം നമുക്ക് കയറിട്ടിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. കയറിടണമെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു തുണി വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണയായിട്ട് നൈറ്റി കഫ്താനിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറ്. പക്ഷേ ഇതൊരു ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എലാസ്റ്റിക് ചെയ്ത് കൊടുക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ.